ഹായ്, വെൽക്കം ടു മൈ ഫാമിലി. കുഞ്ഞാപ്പൂ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വിഷുവായിട്ട് തൃപ്രയാർ അമ്പലത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും ഞാനും ഉണ്ണിക്കുട്ടനും കുഞ്ഞാപ്പും രജീഷേട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് എല്ലാവരും ഇന്ന് തൃപ്രയാർ അമ്പലത്തിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കാലത്ത് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ കുഞ്ഞാപ്പൂന് വള വേണമെന്ന് പറഞ്ഞിട്ട് വള വേണമെന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ കാലത്ത് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടാട്ടോ കാലത്ത് ഞാൻ അവളെയും കൊണ്ട് അമ്പലത്തിലേക്ക് വരാൻ വേണ്ടി കുളിച്ചൊരുക്കിയത്. അപ്പോൾ ഇറങ്ങുമ്പോൾ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് അവളങ്ങനെ കൊണ്ടുപോയി. ഇതാ ഫ്രണ്ടിൽ പോകുന്നതാണ് അച്ഛമ്മയും ഉണ്ണിക്കുട്ടനും. ഇതാണ് കേട്ടോ നമ്മുടെ അച്ഛൻ. അതായത് നോക്കി, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂ ഇവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഇതൊക്കെ കണ്ട് കൃഷ്ണൻ്റെ നടക്കി തൊഴാൻ പോയി. അങ്ങനെ കൃഷ്ണൻ്റെ അവിടെ നിന്ന് തൊഴുത് ഇറങ്ങി എന്നപ്പോഴാണ് ഇതേ കാല് പൊള്ളിയിട്ട് തുള്ളി കളിക്കുന്നുണ്ടോ കുഞ്ഞാപ്പൂ. അപ്പോൾ മീനൂട്ടിന് ചീട്ടാക്കണം. നമ്മുടെ തൃപ്രയാർ തേവരുടെ വഴിപാടിൽ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ് കേട്ടോ മീനൂട്ട്. അപ്പോൾ അങ്ങനെ അച്ചാച്ചൻ ചീട്ടാക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഞാനും ഉണ്ണിക്കൂട്ടനും കൂടിയിട്ട് പതുക്കെ പടിക്കെട്ടൊക്കെ ഇറങ്ങി വന്ന് മീൻ വലിയ മീനുകളുണ്ടായിരുന്നു, അതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഗൈസ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. തീരെ പൊടിക്കുഞ്ഞുങ്ങളായിട്ടുള്ള മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെയും അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള മീനുകളുണ്ട്. ഞങ്ങളങ്ങനെ വല്ല മീനോ കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയത്. ഉണ്ണിക്കൂട്ടൻ പറയണ്ട അവിടെ വലിയ മീനൊക്കെ കണ്ടു എന്ന്. പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനെ അച്ചാച്ചൻ ഇപ്പം നമ്മുടെ മീൻ കൊടുക്കാനുള്ള പ്രസാദം കൊണ്ടുവരുതേ ഉണ്ണിക്കൂട്ടൻ പോയി മേടിക്കാൻ വേണ്ടി പോകണതാണ് കേട്ടോ. ആ നേരം ഞാൻ അവൻ്റെ പിന്നാലെ തന്നെ നടന്നു. അങ്ങനെ അവനിതേ മീനൂട്ടിനുള്ള പ്രസാദം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ശർക്കര കണ്ടപ്പോൾ അവൻ പറയും ശർക്കര എന്ന്. ഞാൻ തിന്നണ്ട, മീൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞാപ്പൂനും മീനൂട്ട് നടത്തണമെന്നും പറഞ്ഞിട്ട് അവൾ പിന്നാലെ വരുന്നുണ്ട്. അപ്പോൾ അവളെ രജീഷേട്ടൻ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ ശർക്കര കൊടുക്കണോന്ന് പിന്നെയും ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു അതങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അവൻ അത് മീനിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ മീനിട്ട് കൊടുക്കണം. ശർക്കര അവന് കൊടുക്കാനും ഒരു മടി. അങ്ങനെ ലാസ്റ്റ് മനസ്സോടെ ശർക്കര മീനിട്ട് കൊടുത്തു കേട്ടോ. നെയ്യും പച്ചരിയും ശർക്കരയുമാണ് കേട്ടോ അവിടുത്തെ മീനൂട്ടിന് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അതിലെ ശർക്കരകളൊക്കെ പറക്കി എറിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ കുഞ്ഞാപ്പൂന് അച്ചാച്ചൻ വേറെ കൊണ്ടുവരുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കണം കേട്ടോ. പക്ഷേ അച്ചാച്ചൻ ഒന്നേ ചീട്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കുഞ്ഞാപ്പും ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ മീൻ. അതിൻ്റെ ഇടയിലേ നമ്മുടെ പിന്നിലിരുന്നൊരു അമ്മാമ്മ ആ പാത്രത്തെ പാടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടനാണ് അവിടെ എറിഞ്ഞതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവനതല്ല എന്ന് പറയാണ് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ കുഞ്ഞാപ്പൂ മീൻ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അവളൊരു പിടി വാരി ഇട്ട് കൊടുത്തു. പരമാവധി വെള്ളത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവൾ. ആഞ്ഞെറിയുന്നുണ്ട്. അപ്പോൾ അച്ചാച്ചൻ വന്നിട്ടുണ്ട്. കണ്ട മീനും അവിടെ മീനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണം കേട്ടോ. അച്ചാച്ചനപ്പോൾ ഇട്ട് കൊടുക്കണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വലിയ മീനുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞാപ്പൂൻ്റെ അത്രയുള്ള വലിയ മീനുകളുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒന്നും കാണാനില്ല ഗൈസ്. നമ്മൾ പറ്റിക്കപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് മീനൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് വരുമ്പോഴാണ് ഗൈസ് വഴിപാടിൻ്റെ സ്ഥലം. ഇതാണ് കേട്ടോ നമ്മുടെ തൃപ്രയാർ തേവരുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് വഴിപാട്. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ നമ്മളിതേ അയ്യപ്പൻ്റെ അവിടെയൊക്കെ കയറി തൊഴുത് നമ്മുടെ ഇന്നത്തെ വിഷുസദ്യ തൃപ്രയാർ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ വരി നിൽക്കാനായിട്ട് പോകണം. അപ്പോൾ കുഞ്ഞാപ്പൂ ഉണ്ണിക്കുട്ടനും കമ്പിയുടെ ഉള്ളിക്കൂടെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ അവർ ആദ്യം എത്തി. നമ്മൾ പതുക്കെ നടന്ന് അവിടേക്ക് എത്തി കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനെയൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി വരുന്നവരെന്തായാലും നമ്മുടെ തൃപ്രയാർ തേവരുടെ ഭക്ഷണം കഴിച്ചിട്ട് വേണം കേട്ടോ പോവാനായിട്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി പള്ളിയോടം കാണണം അച്ചാച്ചാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ചാച്ചൻ 2 മക്കളെയും താങ്ങിയെടുത്ത് പള്ളിയോടം കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ വന്നിട്ട് ഞാനും കണ്ടിട്ട് ഇങ്ങനെ കുറേ നാളായി കേട്ടോ. തൃപ്രയാർക്കൊക്കെ വന്നിട്ടും കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിയോടത്തിൻ്റെ അറ്റത്താ നമ്മുടെ ഹനുമാൻ സ്വാമി ഇരിക്കുന്നത് കണ്ടിട്ടോ.
പക്ഷേ എനിക്കെന്തോ സൂം ചെയ്തിട്ട് കിട്ടിയില്ല. പക്ഷേ ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ. ആളെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പള്ളിയോടം ആറാട്ടുപുഴ പൂരത്തിനാണ് കേട്ടോ നീറ്റിലേക്ക് ഇറക്കുക, നമ്മുടെ തേവര അക്കരെ കിടത്താനായിട്ട്. അതൊരു കാഴ്ച തന്നെയാണ് കേട്ടോ, അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. 1986 ഈ പള്ളിയോടം പണി കഴിച്ചിട്ടുള്ളത് കേട്ടോ. അത് നമ്മുടെ ഹനുമാൻ സ്വാമിയോട് ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ടല്ലേ, എന്താ രസം അതിൻ്റെ കൊത്തുപണികൾ കാണാനായിട്ട്. അപ്പം അതാ ഞാനത് ഡേറ്റ് സൂം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ, കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടും. കണ്ടോ, 1986 കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങളുടെ ഫാമിലീനെ ഇഷ്ടപ്പെട്ട ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.